സമാധാനം സർ, ഞാൻ മതം മാറി നിങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ എനിക്കുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഒരു വർഗീയവാദിയാകുമോ? എന്റെ ചോദ്യമാണ്. കാരണം ഇതൊക്കെ പറയുന്ന ആൾക്കാരെല്ലാം വർഗീയവാദികളാണ്. എല്ലാം ശരിയാണെന്നും എല്ലാവരും ശരിയാണെന്നും ഒരു അഴകൊഴ പരുവത്തിൽ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ സെക്യുലർ എന്ന് വിളിക്കുന്നത്. ഞാൻ ആ വകുപ്പിൽപ്പെടുന്ന ആളല്ല. കാണുന്ന സത്യങ്ങളെ സത്യങ്ങളായിട്ട് പറയാതിരിക്കാൻ ഞാൻ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നോക്കുന്നതും എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതല്ല. നിങ്ങൾക്ക് ഇട്ടാലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതേ ഉള്ളൂ. സത്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒറ്റ പുസ്തകക്കാരും ഒറ്റ ദൈവവിശ്വാസികളും തമ്മിലില്ലാത്ത സമാധാനം നമ്മൾ അവരിലേക്ക് ചേക്കേറിയാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, ആ ഒരു മതവും ആ ഒരു ദൈവവും മാത്രം ലോകം മുഴുവൻ വ്യാപിച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമാണ്. എനിക്ക് വിവരമില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് എന്നെ തള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തട്ടാം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു കൂട്ടര് ഒറ്റ ദൈവക്കാരും ഒറ്റ പുസ്തകക്കാരുണ്ട്. കോലഞ്ചേരിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. TV കണ്ടിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഒരു ആരാധനാലയത്തിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റ പുസ്തകം വായിക്കുന്നവരും ഒറ്റ ദൈവത്തെ ആരാധിക്കുന്നവരും തമ്മിൽ തെരുവിൽ നടത്തിയ കയ്യാങ്കളികൾ കണ്ട് നമ്മൾ വിസ്മയം കൂട്ടിട്ടുണ്ട്. അവരോട് എൻ്റെ ഒരു ചോദ്യം. അവരാണ് ഇന്ന് വളരെ റാമ്പൻ്റ് ആയിട്ട് വളരെ ധൃതിയിൽ എല്ലാവരെയും അവരുടെ ആൾക്കാരാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരോട് എനിക്ക് അത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തേത്, നമ്മുടെ ക്ഷേത്രഭൂമിയിൽ ഒരു യാഗം നടക്കാൻ പോവുകയാണ്, യജ്ഞം നടക്കാൻ പോവുകയാണ്. ഈ യജ്ഞവും ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിശോധന. ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഇജ്യ എന്നാണ്. സംസ്കൃതത്തിൽ പൂജയ്ക്ക് പൂജ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഇജ്യ. ഇജ്യ എന്ന വാക്കും യാഗം എന്ന വാക്കും യജ്ഞം എന്ന വാക്കും ഒരേ ധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സംസ്കൃതത്തിൽ ഓരോ വാക്കിനും ഒരു റൂട്ട് ഉണ്ടാവും. എറ്റിമോളജി എന്ന് പറയുന്നതിന് ആ റൂട്ട് ധാതു. ഈ ഇജ്യ, യാഗം, യജ്ഞം, ഇത് മൂന്നിനും യജ് എന്നുള്ള ധാതുവാണ്. യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇജ്യ, യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യാഗം, യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യജ്ഞം. യജ് എന്നുള്ള ധാതുവിന് എന്താ അർത്ഥം? ത്യാഗവും. ത്യജിക്കണം. ത്യജിക്കുക എന്നുള്ളതാണ് ഇജ്യ, ത്യജിക്കുക എന്നുള്ളതാണ് യജ്ഞം, ത്യജിക്കുക എന്നുള്ളതാണ് യാഗം. അപ്പൊ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ വാസ്തവത്തിൽ ഒരു ത്യാഗമാണ്. ത്യാഗഭൂമിയാണ് ക്ഷേത്രം. എൻ്റേതാണ് എന്ന് നാം കരുതുന്നത് എൻ്റേതല്ല, ഈശ്വരൻ്റേതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള സങ്കേതമാണ് ക്ഷേത്രം. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു യജ്ഞം നടക്കുന്നത് തികച്ചും ഔചിത്യപരം, അനൗചിത്യമല്ല അത്. അപ്പൊ ക്ഷേത്രമാണ് യജ്ഞത്തിന് തെരഞ്ഞെടുത്തത് എന്നുള്ളത് ഒരു കാരണവശാലും അനൗചിത്യപരമാവില്ല. ഇനി യജ്ഞത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കേൾക്കാം. ത്യാഗം എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഓടി വരുന്ന മറ്റൊരു ഉപദേശ സൂക്തമാണ് ത്യാഗേന ഏവ അമൃതത്വമശ്നുതേ. ത്യാഗം കൊണ്ടാണ് അമരത്വം ഉണ്ടാവുക. അപ്പം ത്യജിച്ചാലാണ് അമരനായി തീരുക. ത്യജിക്കണമെങ്കിൽ എന്ത് വേണം? വലതും വേണം. ഒന്നുമില്ലാത്തവൻ എന്ത് ത്യജിക്കണം? ഒന്നുമില്ലാത്തവൻ അവൻ്റെ ഒന്നുമില്ലായ്മ പോലും ത്യജിക്കാൻ പറ്റില്ല. എൻ്റേതാണെന്ന് ഞാൻ കരുതുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ത്യജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ത്യാഗം ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഭാരതം ഉള്ളവരുടെ നാടായിരുന്നോ അതോ ഇന്നത്തെ പോലെ ഇല്ലാത്തവരുടെ നാടാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ചരിത്രമാണ് ഇതിനൊക്കെ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാകും, ഓർമ്മയുണ്ടെങ്കിൽ. ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ച ക്യാപ്റ്റൻ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. ക്യാപ്റ്റൻ കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി അതിസാഹസികമായിട്ടുള്ള യാത്ര തിരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ക്ഷേമമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കണം കേട്ടിട്ടുണ്ടാവുക. എന്താ ഉറപ്പ്? നരകത്തെക്കുറിച്ചുള്ള വർണ്ണന കേട്ടിട്ടുള്ള ആർക്കും നരകം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലല്ലോ. ഉണ്ടോ? നരക